ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ ചാപ്റ്റർ 3 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ 3യുടെ പേര് സെൻട്രൽ ബാങ്ക് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാ രാജ്യത്തിനും സെൻട്രൽ ബാങ്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ സെൻട്രൽ ബാങ്ക് വിച്ച് ഇസ് സുപ്രീം മോണിറ്ററി അതോറിറ്റി ഓഫ് ദ കൺട്രി. ഏതൊരു രാജ്യത്തിൻ്റെയും സുപ്രീം മോണിറ്ററി, ഏറ്റവും ഒരു പരമാധികാരമുള്ള ഒരു ബാങ്കാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇസ് എ പബ്ലിക് ഓർഗനൈസേഷൻ ദാറ്റ് യൂഷ്വലി ഇഷ്യൂ കറൻസി, റെഗുലേറ്റ്സ് മണി സപ്ലൈ ആൻഡ് കൺട്രോൾ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ എ കൺട്രി. ഇത്രയും കാര്യങ്ങളാണ് സെൻട്രൽ ബാങ്ക് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ നമ്മുടെ കറൻസി ഇഷ്യൂ ചെയ്യുന്നതും അതേപോലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതും സെൻട്രൽ ബാങ്കാണ്. Then the central bank possesses a monopoly on printing the national currency, which usually serves as the nation's legal tender. അപ്പം നമ്മുടെ രാജ്യത്ത് കറൻസി അച്ചടിക്കുന്നത് സെൻട്രൽ ബാങ്കിലാണ്. പക്ഷേ എക്സെപ്റ്റ് the 1 rupee coin, 1 rupee കോയിൻ ഒഴികെ ബാക്കിയെല്ലാം അച്ചടിക്കുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 1 rupee കോയിൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് അച്ചടിക്കുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദെൻ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എപ്പോഴും ഷോർട്ടേഴ്സേക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ് സെൻട്രൽ ബാങ്ക് എന്ന് എഴുതിയിട്ട് വേണം നിങ്ങൾ ഫങ്ഷൻസിലോട്ട് വരാനായിട്ട്. ഫസ്റ്റ് പോയിന്റ് വരുന്നത് മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ആണ്. ദ സെൻട്രൽ ബാങ്ക് ഹാസ് ദി സോൾ അതോറിറ്റി ടു ഇഷ്യൂ കറൻസി നോട്ട്സ്. നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് മാത്രമാണ് കേട്ടോ. അതിൽ എക്സെപ്റ്റ് 1 rupee കോയിൻ നിങ്ങൾ എഴുതണം. 1 rupee കോയിൻ അച്ചടിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ദെൻ എന്തിനാണ് ഇങ്ങനെ നോട്ട് ഇഷ്യൂ സെൻട്രൽ ബാങ്ക് മാത്രം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവാനായിട്ടും ദെൻ ഫ്ലെക്സിബിലിറ്റി ഇൻ ദ വോളിയം ഓഫ് പേപ്പർ മണി അലോസ് ദി സെൻട്രൽ ബാങ്ക് ടു അഡ്ജസ്റ്റ് ദ മണി സപ്ലൈ, ഗിവ് ദ സെൻട്രൽ ബാങ്ക് കൺട്രോൾ ഓവർ ദി മണി ക്രിയേഷൻ. അപ്പോൾ എല്ലാം ഒരൊറ്റൊരാൾക്ക്, അതായത് അതിലൊരു വോളിയത്തിൻ്റെ കേസിലും ഫ്ലെക്സിബിലിറ്റീൻ്റെ കേസിലും ഒരു കൺട്രോൾ കൊണ്ടുവരാനും എല്ലാം ഒരാൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇതാണ് സെൻട്രൽ ബാങ്ക് ചെയ്യുന്നത്. ദെൻ മെയിൻറ്റെയിൻസ് ദ പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദ കറൻസി. കറൻസിൻ്റെ കേസിൽ ഒരു പബ്ലിക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ബാങ്കർ, ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ടും ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറായിട്ടും നമ്മുടെ സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെറിയൊരു റേഷ്യോ റിസർവ് ആയിട്ട് സൂക്ഷിക്കും, സെൻട്രൽ ബാങ്കിന് കൊടുക്കാനൊക്കെ ആയിട്ട് റിസർവ് ആയിട്ട് സൂക്ഷിക്കും. അതാണ് CRR ഉം SLR ഒക്കെ. അപ്പോൾ അത് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. ദെൻ കസ്റ്റോഡിയൻ ഓഫ് നേഷൻസ് റിസർവ് ഓഫ് ഇൻ്റർനാഷണൽ കറൻസി. ദ സെൻട്രൽ ബാങ്ക് മാനേജ് ദ കൺട്രീസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ഫോറിൻ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഇൻ്റർനാഷണൽ കറൻസിയുടെ ഒരു റിസർവും ഇവിടെ നടക്കുന്നുണ്ട്. ദെൻ അടുത്തത് ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ടാണ്. അതായത് അവസാനത്തെ ഒരു കൈത്താങ്ങെന്ന് പറയില്ലേ നമ്മൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ സാധാരണ ചെറിയ ചെറിയ ബാങ്കുകൾക്ക് എന്തെങ്കിലും ഒരു പൈസയുടെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അതായത് അവരുടെ ബാങ്കിൽ പൈസ ഇല്ലാത്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്തായിരിക്കും ചോദിക്കുക, ഡിസ്ട്രിക്ട് ബാങ്കിൻ്റെ അടുത്ത് ചോദിക്കും, ഡിസ്ട്രിക്ട് ബാങ്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്ത്, ദെൻ സ്റ്റേറ്റ് ബാങ്ക് നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ അടുത്ത്. അപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ ഗവൺമെൻറ്റിന് പോലും എന്തെങ്കിലും ഫണ്ടിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിൻ്റെ അടുത്തോട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. ഇതിനടുത്തത് ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷനാണ്. അതായത് ചെക്സ്, ഡ്രാഫ്റ്റ് പോലെയുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ ക്ലിയറൻസ് സർവീസും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആറ് ഫംഗ്ഷൻസ് ഒരെണ്ണം കൂടിയുണ്ട്. ക്രെഡിറ്റ് കൺട്രോൾ. ദ സെൻട്രൽ ബാങ്ക് റെഗുലേറ്റ് ദ മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ് അവൈലബിലിറ്റി. മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ക്രെഡിറ്റ് അവൈലബിലിറ്റി, അതായത് കടമായിട്ട് കൊടുക്കുന്ന ഒരുപാട് കടം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാനും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രെഡിറ്റ് കൺട്രോളൊക്കെ ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 7 ഫങ്ഷൻസാണ് സെൻട്രൽ ബാങ്കിനുള്ളത് കേട്ടോ. ഷുവറായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് പഠിക്കുക നിങ്ങൾ. ഇതിനടുത്തത് നമ്മുടെ ഇത്ര നേരം നമ്മൾ പറഞ്ഞിരുന്നത് സെൻട്രൽ ബാങ്കിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. അപ്പോൾ RBIയുടെ ഫംഗ്ഷൻസ് ചോദിച്ചാലും സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ആ പോയിന്റ്സ് തന്നെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ആ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ
The two important functions performed by the Imperial Bank was bank to the government and bankers bank. നമുക്കറിയാം സെൻട്രൽ ബാങ്ക് ആയാലും നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ആയാലും രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. ഒന്ന് ബാങ്ക് ടു ദി ഗവൺമെൻറ്റിന് ഫണ്ടിന് ആവശ്യം വന്നാൽ കൊടുക്കുന്ന ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. ദെൻ ബാങ്കേഴ്സ് ബാങ്ക്, നിലവിലുള്ള എല്ലാ ബാങ്കുകളുടെയും ടോപ്പിൽ നിൽക്കുന്ന ബാങ്ക് ഏതാ? സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ് ഇഷ്യൂ ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുക, മോണിറ്ററി സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ദെൻ ക്രെഡിറ്റ് ആൻഡ് കറൻസി സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുക, നമ്മുടെ എക്കോണമിയുടെ മൊത്തത്തിലുള്ള ഒരു ഗ്രോത്ത്, ദെൻ മെയിൻറ്റെയിൻ ദി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ കറൻസി സിസ്റ്റം. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണെന്ന് എഴുതിയിട്ട് വേണം ഒബ്ജക്റ്റീവ്സിലോട്ട് വരാനായിട്ട്. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്. നമുക്ക് കുറച്ച് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ക്രെഡിറ്റ് അങ്ങോട്ട് കൂടാൻ പാടില്ല, കടബാധ്യതകളും കാര്യങ്ങളൊന്നും കൂടാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി അത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് വെപ്പൺസ് ഉണ്ട്. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് ബാങ്ക് റേറ്റ് പോളിസി. So the bank rate is the minimum interest rate at which the Reserve Bank of India lends money to commercial banks or discount bills of exchange. അതായത് നമ്മൾ പറഞ്ഞു റിസർവ് ബാങ്കാണ് ബാക്കിയുള്ള ബാങ്കുകൾക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലോൺ കൊടുക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഇത്രയായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പം നമ്മൾ ലോൺ സാധാരണ ഒരു ബാങ്കിൽ പോയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പലിശ അടയ്ക്കണ്ടേ? അതേപോലെ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് സാധാരണ ബാങ്കുകൾ ലോൺ എടുത്താലും റിസർവ് ബാങ്കിന് അങ്ങോട്ടേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈടാക്കുന്നുണ്ട്. അല്ലാതെ ഫ്രീക്കല്ല ലോണുകൾ കൊടുക്കണേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബാങ്ക് റേറ്റ് പോളിസി. ദെൻ അടുത്തത് അതിൽ തന്നെ വരുന്നൊരു ടേമാണ് റിപ്പോ എന്ന് പറയുന്നത്. റിപ്പോൻ്റെ ഫുൾ ഫോം റീപർച്ചേസ് റേറ്റ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് എ ബാങ്ക് അപ്രോച്ച് ദ സെൻട്രൽ ബാങ്ക്, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വെൻ ഇറ്റ് ഫേസസ് എ ഫിനാൻഷ്യൽ ക്രൈസിസ്. ദ റിപ്പോ റേറ്റ് ഓർ റീപർച്ചേസ് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ RBI ലെൻസ് ഫണ്ട്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കൊക്കെ പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ റിസർവ് ബാങ്കാണ് കൊടുക്കുന്നത്, പകരം ഇൻട്രസ്റ്റ് വാങ്ങുന്നുണ്ടെന്ന്. ആ ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ്, റീപർച്ചേസ് റേറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി February 7, 2025 പ്രകാരം റിപ്പോ റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 6.25 ആണ്. അപ്പോൾ ഒന്നാമത്തെ ബാങ്ക് റേറ്റ് പോളിസി കഴിഞ്ഞു, അതിൽ തന്നെയാണ് നമ്മൾ റിപ്പോ റേറ്റ് പറഞ്ഞതും. രണ്ടാമത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ്, OMO. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഇസ് എ ടൂൾ യൂസ്ഡ് ബൈ ദ RBI ടു റെഗുലേറ്റ് ദ മണി സപ്ലൈ. മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ദ RBI ബൈസ് ഓർ സെൽസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇവിടെ RBI എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നു. അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ, CRR. Cash reserve ratio is the percentage of deposit that commercial banks must keep with the RBI. RBIക്ക് നമ്മൾ ഒരു സേവിങ്സ് പോലെ ഒരു റിസർവ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ നിശ്ചിത റേഷ്യോയിൽ അല്ലെങ്കിൽ നിശ്ചിത പെർസെൻറ്റേജിൽ കുറച്ച് എമൗണ്ട് RBIയിലോട്ട് നമ്മൾ മാറ്റിവെക്കണം. എല്ലാ ബാങ്കുകളും നമ്മൾ മാറ്റിവെക്കണം. അതിനെയാണ് നമ്മൾ CRR എന്ന് പറയുന്നത്. RBI ക്യാൻ കൺട്രോൾ ദ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ഫോർ ലെൻഡിങ്. അപ്പോൾ അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ ബാങ്കുകൾക്ക് വരെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ RBIക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ വെൻ ദ CRR ഈസ് ഇൻക്രീസ്ഡ്, ബാങ്ക്സ് മസ്റ്റ് കീപ് മോർ മണി വിത്ത് RBI. CRR റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂടുതലായിട്ടുള്ളൊരു എമൗണ്ട് സാധാരണ ബാങ്കുകൾ RBIയിലോട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് CRR എന്ന് പറയുന്നത്. ബാങ്കുകൾ RBIയിലോട്ട് മാറ്റിവെക്കുന്ന ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഓഫ് മണിയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. The percentage of deposit that commercial bank must keep with the Reserve Bank of India in ക്യാഷിൻ്റെ രൂപത്തിലാണ്. ബാങ്ക്സ് കനോട്ട് യൂസ് ദിസ് മണി ഫോർ ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ നമ്മൾ റിസർവ് ബാങ്കിലോട്ടേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു എമൗണ്ട് എടുത്തുകൊണ്ട് ആ ബാങ്കുകൾക്ക് ചിലവാക്കാൻ പാടില്ല. അതെപ്പോഴും റിസർവ് ബാങ്കിൽ നിന്നുള്ള രീതിക്ക് മാറ്റിവെക്കുന്ന ഒരു എമൗണ്ട് ആണ്. സോ CRR ഹെൽപ്സ് ദ RBI കൺട്രോൾ ദ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ഫോർ ലെൻഡിങ് ആൻഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ RBIക്ക് ഈ ഒരു എമൗണ്ട് ലെൻഡിങ്ങിന് വേണ്ടിയിട്ടും ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് എന്താണ് SLR എന്നുള്ളതാണ്.
statutory liquidity ratio. It is the percentage of deposit that commercial bank must invest in government securities and other approved securities. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ മറ്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ക്യാഷിൻ്റെ രൂപത്തിലല്ലാതെ നമ്മൾ സൂക്ഷിക്കുന്നതാണ്. നമ്മൾ CRR പറഞ്ഞത് ക്യാഷിൻ്റെ രൂപത്തിൽ മാറ്റിവെക്കുന്ന ഒരു റിസർവ് എന്നല്ലേ. ഇത് ക്യാഷിൻ്റെ രൂപത്തിലല്ലാതെ മാറ്റിവെക്കുന്നതാണ്. ഈ അതായത് മണി വാല്യൂ ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കത് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടണം. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടാവുന്ന ഇൻസ്ട്രുമെൻറ്റ്സിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാരിയബിൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അവിടെ കൊടുത്തിട്ടുണ്ട് ദ പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ദാറ്റ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് മസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗോൾഡ് ഓർ അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ഇതിലേതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. ക്യാഷിൻ്റെ രൂപം തന്നെ വേണമെന്നില്ലാന്ന്. ക്യാഷിൻ്റെ രൂപത്തിലുള്ളതാണ് CRR. SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി റിസർവ് ആയാൽ മതി. ഓക്കെ, ദെൻ ഇവിടെ CRRൻ്റെയും SLRൻ്റെയും പുതിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത അഞ്ചാമത്തെ ഒരു വെപ്പണാണ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. ദ സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ റെഫേഴ്സ് ടു ദി പ്രോസസ് ബൈ വിച്ച് സെൻട്രൽ ബാങ്ക്, ഇൻ ദ കേസ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മാനേജ് ദ സപ്ലൈ ഓഫ് കറൻസി ഇൻ സർക്കുലേഷൻ. The RBI has used different system of note issue over the years to regulate the money supply and maintain the stability. അതായത് കറൻസി സർക്കുലേഷനാണ് ഇവിടെ മെയിനായിട്ട് നോക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ സർക്കുലേഷൻ കുറച്ച് കൂട്ടും. പൈസ എല്ലാവരുടെ കയ്യിലും ആ ഒരു ഫ്ലോ നന്നായിട്ടുണ്ടെങ്കിൽ സർക്കുലേഷൻ കുറച്ച് കുറയ്ക്കും. അപ്പോൾ അതാണ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിലും ഒരു പിടുത്തം നമ്മുടെ RBI വെക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഇഷ്യൂയിങ് ഓഫ് ഡയറക്റ്റീവ്സ് ആണ്. ഡയറക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നു. ദെൻ റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. മാർജിൻ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയുടെ മേലെയുള്ള മാർക്കറ്റ് വാല്യൂവും ആ സെക്യൂരിറ്റിക്ക് സാങ്ഷൻ ചെയ്ത് തരുന്ന എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദെൻ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിലെ വേരിയേഷൻസ് കൊണ്ടുവരിക. ദെൻ റെസ്ട്രിക്ഷൻസ് ഓൺ ക്ലീൻ അഡ്വാൻസസ്, അതായത് നമ്മൾ ഈ ലോൺ കൊടുക്കുന്നതിലൊക്കെ കുറച്ചൊരു ലിമിറ്റേഷൻസ് കൊണ്ടുവരിക. ദെൻ ക്രെഡിറ്റ് ലിബറലൈസേഷൻ ടു സെലക്റ്റഡ് സെക്ടേഴ്സ്, ചില സെലക്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ എന്താ പറയുക ക്രെഡിറ്റ് ഈസി ആക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ മോറൽ സോഷ്യൽ, ഇപ്പോൾ ഈ മോറലും ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്ന ടേംസൊക്കെ ഈസി ആയിട്ട് ലോൺ കൊടുക്കുന്നതിലൊക്കെ ഒരു ലിമിറ്റ് വെക്കുന്നതാണ്, ഒരു സീലിംഗ് വെക്കുന്ന മെത്തേഡ്സ്. അതേപോലെ ക്രെഡിറ്റ് കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസിനും ഇതേപോലെ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് വെച്ചുകൊണ്ട് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക. ദെൻ ഡയറക്റ്റ് ആക്ഷൻ. ദ RBI ടേക്സ് ഡയറക്റ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ദാറ്റ് ഫെയിൽ ടു മീറ്റ് റിക്വയർമെൻറ്റ്സ്. അതായത് സാധാരണ ബാങ്കുകൾ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കും. ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഇതെല്ലാം ഒന്നും നോക്കിയില്ലെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുക ഒരു 5-6 എണ്ണമെങ്കിലും മൊത്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ ഹെഡിങ് തിരിച്ച് പഠിക്കാതെ ഒരു 5-6 എണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക. ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണ് പറയുന്നത് കേട്ടോ. ഇത്രയാണ് നമ്മുടെ 3rd ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. സിമ്പിൾ ചാപ്റ്ററാണ്. സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസും RBI എന്താണ്, സെൻട്രൽ ബാങ്ക് എന്താണ് മോണിറ്ററി ഓഫ് നോട്ട് ഇഷ്യൂ, അങ്ങനെ ഓരോ ഫംഗ്ഷൻസ് എടുത്തെടുത്തും ചോദിക്കാറുണ്ട്. മൊത്തമായിട്ട് ഷോർട്ടസേക്കും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആയിട്ട് ഇതുപോലെ ഒരു 5 എണ്ണമൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.